ഉണക്കമത്തി കറിയാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ഉണക്കമത്തി അതിനാവശ്യമായ സാധനങ്ങൾ കറിവേപ്പില, പിന്നെ 3 തക്കാളി ഇട്ടു, പിന്നെ നാടൻ വെണ്ടയ്ക്ക, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഈ പുളി കഴിക്കിയ വെള്ളം, നാടൻ പുളിവെള്ളം, ഉപ്പ്, പിന്നെ കടുക്, പിന്നെ മറ്റേ ഇത് വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് കേട്ടോ. അതൊക്കെ കൊണ്ട് ഇരിക്കുകയാണ്. കറിവേപ്പിൻ്റെ ഇടുകയുണ്ടോ ചട്ടിയിലേക്ക്. അതിട്ടു തക്കാളി ഇടുകയുണ്ടോ. ഇനി 2 മിനിറ്റ് അതാണ് കൊണ്ടിരിക്കും. വെണ്ടയ്ക്കിടാൻ പോവാ കേട്ടോ. നാടൻ വെണ്ടയ്ക്കാണ്. നാടൻ വെണ്ടയ്ക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ. ഇപ്പൊ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വെണ്ടയ്ക്കിട്ടു. വെണ്ടയ്ക്കിട്ട് കഴിഞ്ഞിരുന്നു. ഇനി അതിൻ്റെ ഉമ്മ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിരിക്കുന്നു. ഉപ്പിടാൻ പോവുകയാണ് കേട്ടോ. ഇത്തിരി സമയം പിടിക്കുന്നുള്ളൂ. ഉപ്പിട്ട് കഴിഞ്ഞു ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പത്ത് മിനിറ്റ് അളക്കൂട്ടോ. അളക്കേണ്ടി വരും. മഞ്ഞപ്പൊടി ഇട്ടു. മല്ലിപ്പൊടിയും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇടാൻ പോവുകയാണ്. ഇട്ട് കഴിഞ്ഞു. അളക്കിക്കൊണ്ടിരിക്കുകയാണ്. വാളംപുളി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എരിവ് ആവശ്യത്തിലിടാം. ഒഴിച്ച് ഒന്ന് തളിക്കട്ടെ. അത് അയക്കൊണ്ടിരിക്കുകയാണ്. പുളി തളിച്ചു. ഉണക്കമത്തി ഇടാൻ പോവുകയാണ്. ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. തിളക്കുകയല്ല. തേങ്ങ ഒഴിക്കാൻ പോവുകയാണ്. തേങ്ങ അരച്ചത്
ഒഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. അളക്കുകയാണ്. അളക്കൽ നിർത്തി. ഇതാ തേങ്ങ വെള്ളം ഒഴിച്ച് ഒഴിപ്പിച്ച് വെച്ചതാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാതെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ഇറക്കാറായി. കറിവേപ്പില ഇടാനിട്ടാ. ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുന്നു. അപ്പൊ ഇട്ട് നീ കൂട്ടൻ ടേസ്റ്റിലൊക്കെ പോയാണ്. നാടൻ പയറുപ്പേരിയും ഉണക്കമത്തി പുളിയുമാണ്. അടിപൊളിയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ വീഡിയോ ആദ്യം ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.